മൈ ചാനൽ. എല്ലാവർക്കും സുഖല്ലേ? സുഖമാണോ? അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഞാനിങ്ങനെ കുഞ്ഞു 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 സ്റ്റോറീസുമായിട്ട് വരുന്ന ആ അങ്ങനെ ഒരു കുഞ്ഞു സ്റ്റോറി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ആക്ച്വലി സ്റ്റോറി എന്ന് പറയുമ്പോൾ ഞാൻ അതിനു മുന്നേ നിങ്ങളോടൊരു കാര്യം ചോദിക്കട്ടെ. നിങ്ങൾ ആർക്കൊക്കെ അറിയാം സൈക്ലിംഗ്? എനിക്ക് തോന്നുന്നത് 90% ആൾക്കാർക്കും സൈക്ലിംഗ് അറിയാം. അതും കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ പഠിക്കുന്നതുമാണ് എന്നറിയാം. അപ്പൊ ഇന്നത്തെ എൻ്റെ കഥ സൈക്ലിങ്ങിനെ കുറിച്ചാണ്. ഞാനാണെങ്കിൽ കുഞ്ഞായിരിക്കുമ്പോൾ തൊട്ട് സൈക്ലിംഗ് പഠിക്കണം എന്ന് ഒരേ ആഗ്രഹം. പക്ഷെ ആരെ പഠിപ്പിക്കാനാ, ആരോട് പറയാനാ? അപ്പൊ ഞാനിങ്ങനെ വളർന്ന് 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 സ്കൂളിൽ നിന്ന് നേരെ കോളേജിലോട്ട് പോയി. അപ്പം കോളേജിൽ ചെന്നപ്പോഴത്തേക്കും എല്ലാവരും കളിയാക്കുന്നത് മാത്രമല്ലെന്നേ, അവരങ്ങ് ഡിസ്കറേജ് ചെയ്യുക. ഓ, ഈ പ്രായത്തിൽ നീ പഠിച്ചില്ലെങ്കിൽ പിന്നെ നിന്നെ കൊണ്ട് പറ്റത്തില്ല. ഞാനിങ്ങനെ ദൈവമേ തീർന്നു, അപ്പൊ ഒരു കാലത്ത് എൻ്റെ ആഗ്രഹം നടക്കില്ല. അപ്പൊ അതിൻ്റെ ഇടയ്ക്ക് ഒരാളിങ്ങനെ പറയും എന്നോട്, 18ഒക്കെ കഴിഞ്ഞില്ലേ, ഇനി ഒരു കാരണവശാലും പഠിക്കാൻ പറ്റില്ല, കാരണം 18ന് മുന്നേ ബാലൻസ് ഉണ്ടെങ്കിലേ ഉണ്ടോ. ഞാൻ അങ്ങനെയൊക്കെ ഉണ്ടോ? എന്നോട് ആരും പറഞ്ഞില്ല. ഞാൻ എന്തായാലും ഇപ്പൊ എങ്ങനെ, ഞാൻ എന്ത് ചെയ്യും? അങ്ങനെയൊക്കെ ആലോചിച്ച് വിഷമിച്ച്. അപ്പൊ എനിക്ക് ഈ സ്കൂട്ടറും ബൈക്കും സൈക്ലിങ്ങും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഞാൻ എന്താ ചെയ്തത്, എൻ്റെ ചേട്ടനോട് പോയി, കസിൻ ബ്രദറിനോട് പോയി പറഞ്ഞു, ചേട്ടാ എനിക്ക് സ്കൂട്ടർ ഓടിക്കാൻ പഠിക്കണം. അപ്പൊ ചേട്ടനാണെങ്കിൽ നിനക്ക് സൈക്കിൾ ഓടിക്കാൻ അറിയോ? ഇല്ല. അപ്പൊ ചേട്ടൻ അതറിയില്ല, അതാദ്യം പഠിക്കുക, അത് കഴിഞ്ഞ് നമുക്ക് സ്കൂട്ടറിലോട്ട് പോകാമെന്നാണ്. അപ്പൊ പിന്നെയും നിരാശ. അങ്ങനെ കോളേജൊക്കെ കഴിഞ്ഞ് വീട്ടിൽ തിരിച്ചു വന്നു, ദുബായിലേക്ക് തിരിച്ചു വന്നു. കുറെ നാൾ അന്വേഷിച്ച് കഴിഞ്ഞാൽ ജോലി കിട്ടിയത്. അപ്പൊ ഈ ടൈമിൽ എൻ്റെ അനിയൻ ഇങ്ങനെ വളർന്ന് വളർന്ന് വരുന്നുണ്ടായിരുന്നു. അപ്പൊ അവൻ വളർന്ന് വളർന്ന് വന്നപ്പോൾ അവൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന സൈക്കിൾ ഭയങ്കര ചെറുതായി. അപ്പൊ ജോലിയൊക്കെ കിട്ടിയതല്ലേ, അവന്റെ ബർത്ത്ഡേ അല്ലേ, ഫസ്റ്റ് ആയിട്ട് എന്തെങ്കിലും സ്വന്തമായിട്ട് അധ്വാനിച്ച് അടിപൊളിയായിട്ടൊരു ഗിഫ്റ്റ് ഒക്കെ മേടിക്കണം എന്ന് പറഞ്ഞ് ഞാൻ പോയി ഒരു വലിയ സൈക്കിൾ മേടിച്ചു. ഞാൻ വീട്ടിൽ വന്നു. അപ്പൊ അനിയനാണെങ്കിൽ ഇഷ്ടപ്പെട്ടു, അവൻ സർപ്രൈസ്ഡ് ആയിരുന്നു. അത് കഴിഞ്ഞ് അവൻ കളിക്കാനൊക്കെ പോകാൻ തുടങ്ങി ഈ സൈക്കിളും കൊണ്ടിട്ട്. ഒരു ദിവസം അവൻ ഇങ്ങനെ വന്നിട്ട് എന്നോട് ചോദിച്ചു, ചേച്ചി ഇത് പെമ്പിള്ളാരുടെ സൈക്കിളാണോ? അപ്പൊ ഞാനിങ്ങനെ പെമ്പിള്ളാരുടെയോ? അപ്പൊ അവൻ പെമ്പിള്ളാരുടെ, അതിന്റെ പുറകില് കൂളിൽ എടിയുന്നു, പിന്നെ അതിന്റെ കളറൊക്കെ കണ്ട നല്ല റെഡ് കളറ്. അപ്പൊ ഞാൻ അതേടാ. അപ്പൊ അവൻ എന്താ പറ? അപ്പൊ ഞാനിങ്ങനെ എടാ, അത് ഞാനേ ആ കടക്കാരനോട് പറഞ്ഞിരുന്നു, എനിക്ക് എനിക്കും കൂടെ ഓടിക്കാൻ പറ്റുന്ന രീതിയിലുള്ള സൈക്കിൾ ആയിരിക്കണമെന്ന്. അപ്പൊ അവൻ ഒരു വെടിക്ക് രണ്ട് പക്ഷിയാണല്ലേ ഉദ്ദേശിച്ചേന്ന്. അപ്പൊ ഞാൻ സോറിടാ. അപ്പൊ അവൻ എനിക്കൊന്നും വേണ്ട, ഇത് പെമ്പിള്ളാരുടെ സൈക്കിളാ, എല്ലാ പെമ്പിള്ളാരുടെ സ്റ്റിക്കർ ഒട്ടിച്ച് വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ഞാനിങ്ങനെ സാരടാ പോട്ടെ എന്ന് പറഞ്ഞു. അവസാനം അവനെ സ്റ്റിക്കറൊക്കെ വലിച്ചിട്ട് കളഞ്ഞു. വന്നിട്ട് കുറച്ച് മാനിലേക്ക് ആക്കി അവന് കൊണ്ടുപോകാവുന്ന രീതിയിലൊക്കെ അവനെ ആക്കിയിട്ട് അതുകൊണ്ട് തന്നെ പിന്നെ നടന്നത്. ഞാൻ വിചാരിച്ചു, എന്നാ പിന്നെ കിട്ടിയൊരു ചാൻസ് അല്ലേ സൈക്ലിംഗ് പഠിക്കാണ്. അങ്ങനെയാണ് ഞാൻ സൈക്ലിംഗ് പഠിക്കാൻ തുടങ്ങിയത്. അപ്പൊ എന്റെ അനിയനെ പറ്റി പറയുവാണെങ്കിൽ ഉണ്ടല്ലോ, ഭയങ്കര മടിയനാ. അത് ചേച്ചിമാരുള്ള എല്ലാ അനിയന്മാരുടെയും ഒരു കൺസെപ്റ്റാന്ന് തോന്നുന്നു. ഒരു കോമൺ ഒപ്പീനിയൻ ആണത്. എന്തായാലും ആളെയും കൂട്ടി ഞാൻ സൈക്ലിംഗ് പഠിക്കാൻ പോയി. ബട്ട് ടു ബി ഹോണസ്റ്റ്, എന്റെ ജീവിതത്തിൽ ഞാൻ ഇത്രയും പേഷ്യന്റ് ആയിട്ടുള്ള ഒരു ടീച്ചറിനെ കണ്ടിട്ടേയില്ല. അവനെ ഞാൻ നമിച്ചു സീരിയസ് ആയിട്ട്. എനിക്ക് സൈക്കിളിൽ കയറാൻ പേടി. സൈക്കിളിൽ കയറിയിട്ട് അവൻ പറഞ്ഞു, ചേച്ചിനെ ഞാൻ പിടിച്ചിട്ടുണ്ട്, പേടിക്കൊന്നും വേണ്ട, ചേച്ചിനെ കൊണ്ട് പറ്റും. അപ്പൊ ആള് ഫുൾ എൻകറേജിങ് ആണ്, ഫുൾ ഷോർട്ട് എൻകറേജിങ്. ഞാനിങ്ങനെ എന്നെ കൊണ്ട് പറ്റുമോ? എന്നാലും ഉള്ളിലൊരു പേടി. ഇപ്പൊ അവനെങ്ങാനും വിട്ട് കഴിഞ്ഞാൽ ഞാൻ ചാപ്പ പൊത്തോന്നും പറഞ്ഞ് താഴെ കിടന്നു കഴിഞ്ഞാൽ പണി വാളില്ലേ. അപ്പൊ എനിക്ക് പേടി, ഞാൻ നേരെ ചൊവ്വേ ഓടിക്കുന്നില്ല. അങ്ങനെ ഒരു 2-3 ദിവസമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് അത്യാവശ്യത്തിന് ഓടിക്കാൻ, അതായത് ബാലൻസ്ഡ് ഓടിക്കലല്ല, എന്താ പറയാ, എന്നാലും ഒരു ധൈര്യമൊക്കെ ആയി. അപ്പൊ അവൻ പഠിച്ച രീതികളിൽ അവൻ എനിക്ക് പറഞ്ഞു തന്നു. അവനാണെങ്കിൽ ഭയങ്കര എൻകറേജിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് വെരി വെരി എൻകറേജിങ്. അപ്പൊ ഞാനിങ്ങനെ ആയിക്കോട്ടെ. അങ്ങനെ നമ്മൾ ഒരാഴ്ച പോയി. അപ്പൊ ബാലൻസ് കിട്ടും കിട്ടില്ല എന്നുള്ളൊരു സിറ്റുവേഷനിലാണ് ആയപ്പോഴാണ് ആ ഒരാഴ്ച ആയത്. അപ്പൊ അവൻ 12th ആ സമയത്ത്. ബോർഡ് എക്സാംസിന്റെ എന്താ പറയാ, നടുവാതുക്കെ ചെന്നിങ്ങനെ നിൽക്കുക. അപ്പൊ വീട്ടിൽ നിന്ന് വഴക്കായി, അവനെ കൊണ്ട് ഇങ്ങനെ പോകാൻ പറ്റത്തില്ല, കാരണം അവന് പഠിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ എന്തോ ബാലൻസ് ആയോന്ന് ചോദിച്ചാൽ ഇല്ല, ആയില്ലെന്ന് ചോദിച്ചാൽ ആയി. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഞാൻ വിചാരിച്ചു, എന്നാ ശരി നീ പോയി പഠിച്ചോ, കുഴപ്പമൊന്നും ഇല്ല എന്ന് പറഞ്ഞു. അതങ്ങനെ വിട്ടു. അങ്ങനെ പിന്നെയും സൈക്കിൾ മോഹം നടന്നിട്ടില്ല കേട്ടോ. അത് കഴിഞ്ഞ് കല്യാണമൊക്കെ കഴിഞ്ഞ് തിരിച്ച് ദുബായിക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു, എനിക്ക് സൈക്ലിംഗ് പഠിക്കണമെന്ന്. അപ്പോൾ ഹി വാസ് ലൈക്ക് വെരി സപ്പോർട്ടീവ് ആൻഡ് ഓൾ, ആൻഡ് ഹി സെഡ് യാ ഓക്കെ ഷുവർ, കുഴപ്പമില്ല നമുക്ക് പോവാന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരുടെ സൈക്കിളുമായിട്ട്
വെളിയിൽ പോയപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര നെർവസ്നെസ് ആണ്. അപ്പൊ എനിക്ക് ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. എൻ്റെ നേരെ ആരെങ്കിലും നോക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ഇത് അവരെന്ത് വിചാരിക്കും, ഇത്രയും വലുതായ ഒരു കുട്ടി വന്നിരുന്നു ഇങ്ങനെ സൈക്കിൾ ഓടിക്കുന്നു എന്ത് വിചാരിക്കും. അപ്പൊ എൻ്റെ ഹസ്ബൻഡിന് ദേഷ്യം വന്നു. കോമൺ. ഒന്ന് പറഞ്ഞ് രണ്ട് പറഞ്ഞ് മൂന്ന് പറഞ്ഞതിന് ശേഷം മനസ്സിലായില്ലെങ്കിൽ ഇത് തന്നെയായിരിക്കും. അപ്പൊ എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ചേട്ടൻ അങ്ങോട്ട്, നിന്നെ കൊണ്ട് ഇതൊന്നും പറ്റില്ല, സൈക്കിളെ അറിയില്ല, പിന്നെ നീ ഇങ്ങനെ വണ്ടിയൊക്കെ ഓടിക്കൂന്ന് പറയുന്നതിന്. ഓ എന്റെ ദൈവം, എന്റെ ഈഗോ അങ്ങോട്ട് നന്നായിട്ട് അങ്ങ് സ്ക്രാച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കങ്ങ് സങ്കടവും വിഷമവും ദേഷ്യവും എല്ലാം കൂടെ വന്നു. അങ്ങനെ എനിക്കതൊരു വാശിയായി. ചേട്ടൻ ജോലിക്ക് പോകും, ഞാൻ എന്ത് ചെയ്യും, സൈക്കിളും കൊണ്ട് ഇറങ്ങിയിട്ട് ഇൻ ലൈക്ക് 10 days എനിക്ക് ഒട്ടും അറിയില്ലായിരുന്നു കേട്ടോ ഓടിക്കാൻ. ഞാൻ പറഞ്ഞില്ല, എന്റെ അനിയൻ പഠിപ്പിച്ച ആ ബാലൻസ് കൂടെ ഉണ്ടായിരുന്നില്ല ആ സമയത്ത്. പക്ഷെ ഐ വാസ് ലൈക്ക്, ഇല്ല എനിക്ക് പ്രൂവ് ചെയ്ത് കാണിക്കണം. അങ്ങനെ ഞാനാണെങ്കിൽ വീടിന്റെ താഴെ പോയിട്ട് എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ഒരു 3 മണി സമയം, ഞാൻ രാവിലെ പോയി കഴിഞ്ഞാൽ എല്ലാവരും ജോലിക്ക് പോകും. ഒരു വൈകുന്നേരം സമയത്ത് വന്നു കഴിഞ്ഞാൽ എല്ലാവരും ജോലിയിൽ നിന്ന് തിരിച്ചു വരുമായിരിക്കും. അപ്പൊ കുറേ പേരുണ്ടാവും. അപ്പൊ ഞാനാണെങ്കിൽ എല്ലാവരും പോയി ഒരു 3 മണിയാകുമ്പോൾ ഭയങ്കര സൈലൻസ് ആണല്ലോ, ആരുമില്ല. അപ്പൊ ഞാനാണെങ്കിൽ പോയിട്ട് പെട്ടെന്ന് സൈക്ലിംഗ് അങ്ങ് തുടങ്ങി. അങ്ങനെ പോയി ഒരു ഇൻ 10 days ഞാൻ പഠിച്ചു കേട്ടോ. ആൻഡ് ദെൻ മൈ ഹസ്ബൻഡ് വാസ് ലൈക്ക്, ഇത് കണ്ടോ, നിന്നെ ഒന്ന് ചൊറിഞ്ഞപ്പോഴത്തേക്കും നീ നല്ല അടിപൊളിയായിട്ട് പഠിച്ചിട്ട് വന്നു, അത്രേ ഉള്ളൂ. അപ്പൊ ഞാൻ ഇന്നത്തെ ഈ ഒരു കഥ കൊണ്ട് ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ പറ്റില്ല എന്ന് ആരെങ്കിലും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെയൊക്കെ പ്രൂവ് ചെയ്യണം. അവര് തെറ്റായിരുന്നു എന്നും നിങ്ങൾ ശരിയായിരുന്നു എന്നും. അപ്പോൾ എൻ്റെ ഈ സ്റ്റോറി കൊണ്ട് ചെറിയൊരു എൻകറേജ്മെന്റ് ഞാൻ ഉദ്ദേശിച്ചത്. ഇഫ് there is a will, there will definitely be a way. ആരെങ്കിലും നിങ്ങളോട് വന്നിട്ട് നിന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ പ്രൂവ് ചെയ്ത് കാണിക്കുക, ഇല്ല എന്നെ കൊണ്ട് പറ്റും, ഞാൻ മനസ്സ് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ചെയ്യാൻ പറ്റാത്തതായിട്ട് ഈ ലോകത്തിലൊന്നുമില്ല എന്ന്. അപ്പൊ അങ്ങനെ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ കഥയോടെ നിർത്തുക. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ, ടേക്ക് കെയർ. ഇനി ഒരു കഥയായിട്ട് പിന്നെ ഒരു ദിവസം വരാം.